നമുക്കറിയാം ഇപ്പോൾ വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നല്ലോ ശബരിമലയിലെ ദ്വാരപാലകരുടെ ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി കാണാതായി എന്ന് പറയുന്ന സംഭവം. പക്ഷേ അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ അതിൻ്റെ വസ്തുത മനസ്സിലായത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അതിൻ്റെ സ്പോൺസർ തന്നെ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ അതെങ്ങനെ അവിടെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം അതെങ്ങനെ അയാളുടെ വീട്ടിലേക്ക് തിരികെ എത്തി, അതെങ്ങനെ എടുത്തുകൊണ്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇയാൾ തന്നെ ഈ വിഷയത്തിൽ മാധ്യമങ്ങളോടൊക്കെ പറയുകയാണ്, ആ സ്വർണ്ണപ്പാളി കാണാതായിരിക്കുന്നു, വലിയ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയടക്കം മുന്നോട്ട് വയ്ക്കുകയാണ്. പണ്ട് സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞൊരു സിനിമ ഓർമ്മയിലേക്ക് വരികയാണ്. ജഗദീഷിന്റെ ടൈലർ മണി എന്ന കഥാപാത്രം ഈ കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുന്നു. ഏകദേശം അതിനോട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണന്റെ ഈ വാദവും എത്തി നിൽക്കുന്നത്. അത് വിശ്വാസത്തിലെടുക്കാൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ്. എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പീഠം കാണാതായ സംഭവത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ടായി എന്ന സംശയമുണ്ട്. ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ അന്വേഷിച്ചു. ഈ അന്വേഷണത്തിനാണ് പീഠം കണ്ടെത്തിയത്. കോടതി ഇത് ബോധ്യപ്പെടുത്തും. കോടതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. ഏതെങ്കിലും തരത്തിലുള്ള അവതാരങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കോടതിയുടെ ഇടപെടൽ ഏറ്റവും സഹായകരമായി മാറി. സത്യം പുറത്തു കൊണ്ടുവരാനായി. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണം പഴയ കാലത്തെ ഓർമ്മ വച്ചാണ് ഇപ്പോൾ ശബരിമലയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ് എന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകമായ ഒരു ഡെവലപ്മെന്റ്സ് ആണ് ഈ സ്വർണ്ണപ്പാളികൾ കണ്ടെടുത്ത സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പുറകെ ഇതെങ്ങനെയാണ് അവിടെ നിന്ന് പോയത്, ഇതെങ്ങനെ ഇയാളുടെ ബന്ധുവിൻ്റെയും ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്തിൻ്റെയും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിർബൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി. നിർബൻ, ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ആ വിഷയം കാണാതായതിൽ ഒരു ദുരൂഹതയുടെ സംശയമാണ് ദേവസ്വം മന്ത്രി പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമാണ് അങ്ങനെ ഒരു സംശയം ഉയരുന്നത്. കാരണം ഈ പരാതി പറഞ്ഞ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ സ്വർണ്ണപ്പാളി കണ്ടെടുക്കുമ്പോൾ അതെങ്ങനെ എത്തി എന്നതിൽ വലിയ ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ആ സംശയം തന്നെയാണ് മന്ത്രി പ്രകടിപ്പിക്കുന്നത്. മനു, ഒരു ചെറിയ ഒരു തിരുത്തുണ്ട്. ഇത് ശബരിമലയിൽ കാണാതായത് പീഠമാണ്. സ്വർണ്ണപ്പാളി ഇത് അറ്റകുറ്റപ്പണിക്കായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കുകയും അതിന്റെ പുനഃസ്ഥാപനമായ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദ്വാരപാലക ശില്പത്തിൽ തന്നെ 2 സ്പെയർ പീഠങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്പെയർ പീഠങ്ങൾ ശബരിമലയിൽ സൂക്ഷിച്ചിരുന്നു എന്ന തരത്തിലാണ് സ്പോൺസറുടെ ഭാഗമായി വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ പരിശോധന നടത്താനും കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ പരിശോധനയിലേക്ക് നീങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ സ്പോൺസർ തന്നെ പറഞ്ഞ പീഠങ്ങൾ സ്പോൺസർ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൽ ഈ സ്പോൺസർ ചെയ്ത ഈ പീഠം, ദ്വാരപാലക ശില്പത്തിലെ പീഠം സ്പോൺസർ ചെയ്ത സ്പെയർ പീഠങ്ങൾ അവിടെ ശബരിമലയിൽ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം പറയുകയും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവിന്റെ വീട്ടിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്തു എന്നതാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതോടുകൂടി ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അത്തരം ഗൂഢാലോചന ഉണ്ട് എന്ന സംശയം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവനും ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇത് സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഫലവത്തായി. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അത് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോടതിയിൽ ഇത് സംബന്ധിച്ച ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ റിപ്പോർട്ട് നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയെ സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ സംശയിക്കുന്ന ഗൂഢാലോചന സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ആ ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ പറഞ്ഞത് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമായി നടത്തുന്നത് പഴയ കാലത്തെ ഓർത്താണ്. ഈ കാലത്ത് ദേവസ്വം ബോർഡും ഇത് സംബന്ധിച്ച ശബരിമലയുടെ പ്രവർത്തനങ്ങളും അത്യധികം സുതാര്യമായാണ് നടത്തുന്നത്. ഒരു തരത്തിലുള്ള ആരോപണത്തിനും വഴിയില്ല. ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കുകയും അത് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു. അത് തന്നെ സുതാര്യമായ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നും വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ പറഞ്ഞു. മനു, ഇവിടെ ഈ ദുരൂഹത സംശയിക്കാനുള്ള കാരണം നിർബൻ ഈ വിഷയത്തിൽ ഈ സ്വർണ്ണപീഠം കാണാനില്ല, അത് മിസ്സിംഗ് ആണ് എന്ന തരത്തിൽ പരാതികളും വാർത്തകളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത് ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നത്. അതിന് തുടർച്ചയിലുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ പീഠം കണ്ടെത്തുകയും ചെയ്യുന്നത്. അവിടെയാണ് ഇതിലെ ദുരൂഹത സംശയിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവുമല്ലേ?
തീർച്ചയായും ഈ സാധാരണ ഇത് സ്പോൺസർ ചെയ്ത ആള് തന്നെ അത്തരത്തിൽ എന്തിനാണ് ഒരു ആരോപണം ഉന്നയിച്ചത്? കാരണം ആ സ്പോൺസർഷിപ്പിൽ തന്നെ ശബരിമലയിലേക്ക് ഈ പീഠങ്ങൾ സ്പെയർ പീഠങ്ങൾ കൈമാറിയിട്ടില്ല. ആ കൈമാറാത്ത പീഠം അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അത് മാറ്റുകയും അവിടെ സൂക്ഷിച്ച ശേഷം 2019 ഈ സംഭവം, ഇത്തപ്പോ 2025 അത് അവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ വിവാദ ആരോപണം ഉന്നയിച്ച ശേഷം ആ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ആ പീഠം സ്വന്തം സഹോദരിയായിട്ടുള്ള വെഞ്ഞാറമ്മൂട് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോഴൊക്കെയാണ് ഈ ആരോപണങ്ങൾ സജീവമായി നിൽക്കുകയും മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ഒപ്പം തന്നെ പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ എന്തുകൊണ്ട് ഈ പീഠം അടുത്തൊരു സ്ഥലത്തിലേക്ക് മാറ്റി രഹസ്യമായി സൂക്ഷിച്ചു, എന്നിട്ട് ഇദ്ദേഹം തന്നെ ഈ ആരോപണം ഉന്നയിച്ചു എന്നതാണ് വലിയ തരത്തിൽ ദുരൂഹതയുള്ളത്. അത് സംബന്ധിച്ച് മനു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം സ്പോൺസർ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തിന് ശേഷം ആരോപണത്തിനെ സംബന്ധിച്ച് ദുരൂഹം നിലനിർത്തുന്നതിന് വേണ്ടി ആ പീഠം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. വിജിലൻസ് ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്തി വ്യക്തമായ തെളിവുകൾ സ്വീകരിച്ചു. ശബരിമലയിൽ സ്പോൺസർ ഒരു സാധനം കൈമാറിയാൽ അത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡിന്റെ മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ കാര്യങ്ങൾ വീഡിയോ ചിത്രീകരണവും രേഖപ്പെടുത്തി കിലോ കണക്കാക്കി തൂക്കം ശേഖരിച്ച് ഇത് സംബന്ധിച്ച അളവ്, വലിപ്പം ഇതെല്ലാം രേഖപ്പെടുത്തിയാണ് ഒരു സ്പോൺസർ ഒരു സാധനം തന്നാൽ ശബരിമലയിൽ സൂക്ഷിക്കുന്നത്. 2019 ഇങ്ങനെ ഈ സ്പോൺസർ ഇത് തന്നപ്പോഴും ഈ രേഖകളെല്ലാം അവിടെ സൂക്ഷിച്ചിരുന്നു. ആ രേഖകൾ തമ്മിൽ ആദ്യം തന്നെ ആരോപണം വന്നപ്പോൾ ഒത്തുനോക്കി. ആ രേഖകൾ ഒത്തുനോക്കിയപ്പോൾ അങ്ങനെ ഒരു പീഠം ശബരിമലയിൽ ഈ സ്പോൺസർ കൈമാറിയിട്ടില്ല. എന്നാൽ പീഠം ശബരിമലയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അത് സംബന്ധിച്ച് പരിശോധന നടത്തി. അപ്പോഴാണ് ഈ പീഠം സ്പെയർ പീഠം അദ്ദേഹം ശബരിമലയിൽ നൽകിയിട്ടില്ല എന്നും മറ്റെവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പരിശോധന നടത്തുകയും അങ്ങനെ വെഞ്ഞാറമ്മൂട് ഈ സ്പോൺസറുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ പീഠം കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് സംശയമുണ്ട്. ഇത് കോടതിയിൽ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സർക്കാർ സ്വീകരിക്കും എന്നതാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മാന്യം.